ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ആദാമിൻ്റെ തട്ടുകട എന്ന ഹോട്ടലിലേക്കാണ്. കോഴിക്കോട് ഇവരുടെ രണ്ട് മൂന്ന് ഷോപ്പുകളുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇതിലെ ഒരു ഷോപ്പിൽ ആദ്യം പോയതാണ്. ഇവിടുത്തെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭക്ഷണങ്ങളുടെ പേരുകൾ, അവിടെ ഉണ്ടാക്കുന്ന അവരുടെ ആ ഒരു സ്റ്റൈല്, അവിടുത്തെ ആ ഒരു ടേബിൾ, ചെയറ് തുടങ്ങിയവ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പും കാര്യങ്ങളും അതൊക്കെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമ്മൾ പണ്ട് കാലത്ത് കാണുന്ന ആ ഒരു ഗൃഹാതുരത്വത്തിൻ്റെ ഓർമ്മകൾ നമ്മളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ളവയാണ്. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. കുറച്ചുകൂടി നമുക്ക് എപ്പോഴും പോയിരിക്കാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളുമാണ് അവിടെ അവരെല്ലാവരും ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ ചുമരുകളിൽ പല രീതിയിലുള്ള എഴുത്തുകളും എത്തുകുത്തുകളും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ദുനിയാവിലെ ചിക്കൻ, മറ്റേ പിന്നെ നാഷ്തയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ ഇവിടെ പല വെറൈറ്റിയായ രീതിയിലാണ് അവർ എഴുതിയിരിക്കുന്നത്. മാളൂട്ടി ഉണ്ണിയോളാണെങ്കിൽ വളരെയധികം വിശന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അവർ ഫസ്റ്റ് തന്നെ നമ്മൾ വന്നപാട് അവർ വെള്ളം തന്നത് അത് കുടിക്കുന്ന തിരക്കിലാണ് ഉണ്ണിമോൾ. മാളൂട്ടി കണ്ണുകൾ വേറൊരു സ്ഥലത്തേക്കാണ് തിരിയുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. അങ്ങനെ അവർക്ക് പ്ലേറ്റൊക്കെ കിട്ടി. ഞങ്ങളിങ്ങനെ അവിടെ ഇരിക്കുവാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ 2 ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത്. അവർക്കൊരു ബിരിയാണി മതിയാവും. 2 പേർക്കും കൂടി ഒരു ബിരിയാണി തന്നെ അധികമാണ്. അതുകൊണ്ട് തന്നെ 50-50 ആക്കി അവരെടുക്കുക ചെയ്യാം. രണ്ടാൾക്കും ലെഗ് പീസ് കിട്ടണമെന്നുള്ള ഒരു ഷാഠ്യം മാത്രമേ ഉള്ളൂ. അവർ ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ അവർ തിന്നോളും. നമ്മൾ ചട്ടിച്ചോറിന് സൈഡായി കറിയായിട്ട് വരുന്നത് ഒരു ഉണക്ക മീനിൻ്റെ കറി തന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. വളരെ നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു. കൂടാതെ ചേട്ടൻ്റെ ചട്ടിച്ചോറിൽ വരുന്നത് ചിക്കൻ ഫ്രൈ ആൻഡ് മറ്റുള്ള എല്ലാം, കൈ കുത്താൻ പോലും സ്ഥലമില്ലാത്ത രീതിയിൽ എല്ലാം ഉണ്ട്. വറവ്, പച്ചടി, കിച്ചടി, അവിയൽ, കൂട്ടുകറി, ചമ്മന്തി, അതുപോലെ തന്നെ എൻ്റെ ചട്ടിയിലും ഉണ്ട്. പക്ഷേ എൻ്റെ ഇതിലാണെങ്കിൽ ഞാൻ കൂന്തൽ ഫ്രൈ ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒരു കൂന്തൽ റോസ്റ്റിൻ്റെതാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആ ഭരണിയിലെ അച്ചാർ, അതിൻ്റെയൊക്കെ ടേസ്റ്റ് വളരെ വ്യത്യസ്തമാണ്. ഇവർ ബിരിയാണിയൊക്കെ കഴിച്ചു തുടങ്ങി. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്ന തിരക്കിൽ ഞാൻ കഴിക്കാൻ പോലും മറന്നുകൊണ്ട് ഇവർ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. മാളൂട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ബിരിയാണി. ഒറ്റൊരു സാധനമേ ഉള്ളൂ, അവൾ വളരെ ഇഷ്ടപ്പെട്ടിട്ട് സ്വന്തമായിട്ട് തിന്നാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ ഞാൻ വായിൽ വെച്ച് കൊടുക്കുന്നതിൽ ഇങ്ങനെ മെനക്കെട്ടിരിക്കേണ്ടി വരും. എനിക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ ഞാൻ അവൾക്ക് ഫുൾ ടൈം അവളെ വായിൽ വെച്ച് കൊടുക്കാനേ എനിക്ക് നേരം ഉണ്ടാവും. ഇതൊരു പ്രഥമനാണ് ഞങ്ങൾക്ക് ചട്ടിച്ചോറിൻ്റെ കൂടെ കിട്ടിയത്. കിനാവിലെ നാസ്ത, ചോറ്റും പാത്രം, പിന്നെ എന്താ കിഴി പൊറോട്ട, എന്തൊക്കെയുണ്ട് അതിൻ്റെയൊക്കെ ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഉള്ളത് എടുത്തതാണ്.